എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ സ്ഥലങ്ങൾ നമ്മളെ ഈ സ്വാഗതമൊക്കെ കേട്ടിട്ട് അപ്പോൾ എന്താ പറയുക, സ്വാഗതമൊക്കെ കൊണ്ട് ഇങ്ങനെ വരണം എന്ന് വിചാരിക്കും. പക്ഷേ സമയം കിട്ടാറില്ല, ഭയങ്കര ബിസിയാണ്. ദിവസം പണിയുണ്ട്, എന്നാൽ പൈസ ഇല്ല അറിഞ്ഞില്ലേ, അതേ അവസ്ഥയാണ് ഗൈസ്. അപ്പം എന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ഇടാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. കമൻറ്റ് ഇടാത്തവർ കുറേ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, പക്ഷെ അവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ കമൻറ്റ് ഇടാം, അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നീച്ച് ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക്, നമ്മളെ ലോകത്താണല്ലോ. നമ്മളെ ലോകം എന്ന് വെച്ചാൽ വീട്ടിൽ ഏത് സ്ഥലം ഉണ്ടായിട്ടും കാര്യമല്ല, നമ്മളെ ലോകം അടുക്കളയാണ്. അപ്പം അങ്ങോട്ട് വന്നുകൊണ്ട് ഓരോ പണികൾ തുടങ്ങി. ചായ ഉണ്ടാക്കി, പിന്നെ ചോറുണ്ടാക്കി. അത് ഞാൻ കാണിച്ചു തന്നില്ല കേട്ടോ, ബിസിന്. പുട്ട്, ചപ്പാത്തി ഉണ്ട് കുറച്ച്, ഇന്നലെ മേടിച്ച ചപ്പാത്തി ഉണ്ട് ഇവിടെ പാക്കറ്റിൽ, അതൊന്ന് ചൂടാക്കണം. പിന്നെ ബീഫിൻ്റെ കറി ഉണ്ട് കുറച്ച്, അതും ചൂടാക്കണം. അപ്പോൾ പുട്ടും ബീഫും ചപ്പാത്തിയാണ് രാവിലത്തെ ചായക്ക്. പിന്നെ നമ്മൾ അയലക്കുട്ടൻ, അയല പൊരിച്ചാൽ ഉമ്മാക്ക് പറ്റൂല, അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കാനുള്ള പ്ലാനിങ് ആണ്. വറ്റിച്ചാൽ ഇവനക്കും പറ്റൂല, അപ്പോൾ ഞാൻ എന്താ ചെയ്യും, പൊരിച്ചിട്ടൊക്കെ വറ്റിക്കും, അങ്ങനെയൊക്കെ കാട്ടും. പിന്നെ അങ്ങനെ നല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു തരണം, അങ്ങനെ ഒരു വെപ്പൊക്കെ ഉണ്ട്. ആണെങ്കിലൊക്കെ നമ്മൾ വെക്കണതാണല്ലോ, പിന്നെ ഓരോ പേരിട്ടാണ് മോഡലായി വരല്. നമ്മളങ്ങനെയൊന്നല്ല. പിന്നെന്താ വെച്ചാൽ കുമ്പളങ്ങയും അതൊക്കെ കറി വെക്കാനുണ്ട്. പിന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറൂത്ത കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ വീഡിയോ? അത് മിനിമം ഈ കോലായിക്കണം, ഉപ്പേരിക്ക് പറ്റൂല. എന്ത് പിന്നെ കള്ളന്മാരും നടക്കും കണ്ടോ. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും, ഇവൽക്കും കൊടുക്കും, കഴിച്ചോട്ടെ. അതല്ലേ പത്ത് ദിവസം പറ്റില്ല. എൻ്റെ പെരയിൽ ഉള്ളതായതുകൊണ്ട് പറയില്ല, ഇതിന് മകരല്ല കേസ്. എന്താണാവോ മലയാളം. അങ്ങനെയൊക്കെയാണ് അപ്പോൾ കഥ. അപ്പോൾ ഞാൻ ഈ മീൻ നന്നാക്കട്ടെ കേട്ടോ. അൻ്റെ ഇഷ്ടത്തോന്നല്ലേ ചുമ്മാണ്. ആരാണ് ഉമ്മാൻ്റെ ചങ്ങായി വന്നിക്കണോന്ന്. ഞാൻ അതിൽ പോകണ്ടെന്നല്ല പറയാണ്. ഉമ്മാക്ക് പുതിയ ലൈനൊക്കെ സെറ്റ് ആയിക്കണ കേസ്, പേര് ഞാൻ പറയില്ല. ഓരത് കെട്ടിച്ച് വിട്ടിട്ടാണ് നമുക്കൊന്ന് കണ്ണടക്കാൻ. അതല്ല, അപ്പൊ കല്യാണം എന്താ ചെയ്യാ. വിരല് മാറ്റിയോ? ഇപ്പൊ വിരലൊക്കെ മാറ്റിയില്ല, ഇപ്പൊ റൂട്ട് മാറ്റിക്കണല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിയൊക്കെ പോകുന്നത്. നമ്മളെ വീഡിയോ ഒക്കെ സാധാരണ എല്ലാവരും ഇങ്ങനെ പറയും, എന്താണ് വീഡിയോ ഒന്നും ഇല്ലല്ലോ, കുറേ ആയാലും വന്നിട്ട് വീഡിയോ ഇപ്പം ഭയങ്കര മടിയായിക്കണല്ലോ എന്നൊക്കെ പറയാം. മടി കാരണമല്ല, നമ്മത് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഓടി അങ്ങോട്ട് പോകും. ക്ലിനിക്കിൽ പോകണ്ടേ, അവിടെ എത്തിയാൽ പിന്നെ പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടെയും ബിസിയാവും. അങ്ങനെയൊക്കെ ഓരോരോ ചുറ്റുപാടുകളാണ് ഗ്യാസ്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. എവിടെ അവസാനിക്കുമെന്നറിയില്ല, അപ്പോൾ വീഡിയോ നിങ്ങൾ കാണട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാൾക്ക് പൊരിച്ചതേ പറ്റുള്ളൂ, ഒരാൾക്ക് വറ്റിച്ചതേ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാൾക്കും വേണ്ട, രണ്ട് രീതിയിൽ കൊണ്ട് ഉണ്ടാക്കുക. പൊരിച്ച പോലെ ആവും ചെയ്യും, വറ്റിച്ച മാതിരി ആവും ചെയ്യും. അതായത് നമ്മൾ ഇതാക്കണം, ഈ വായൻ്റെ ഇലയിൽ, അതൊക്കെ ഇങ്ങനെ വായൻ്റെ ഇല വാട്ടിയതാട്ടോ ഞാൻ. ഈ വായൻ്റെ ഇലയിൽ നമ്മൾ ആവിക്ക് വേവിക്കണം കേട്ടോ. മീനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവിക്ക് വേവിക്കാം. വായൻ്റെ ഇല മതി, കുഴപ്പമില്ല. അതിൽ കെട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി ഇതിൽ ഞാൻ കുരുമുളക് പൊടി, ഇത് നിങ്ങൾ കാണും, ഇത് അതിൻ്റെ ഒന്നല്ല കേട്ടോ, ഞാൻ വെറുതെ ഇട്ടാ. ശുദ്ധമായ കുരുമുളക് പൊടി ഇട്ടിട്ട്
പിന്നെ മസാലയൊക്കെ പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ പേസ്റ്റ്, പച്ചമുളക് ഒക്കെ പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, സാധാ മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ച് സുറുക്കൊറ്റിച്ച്, ഒരു പുളിക്ക് കേട്ടോ, പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് സുറുക്കൊറ്റിച്ച്. എന്നിട്ട് നമ്മൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ പുരട്ടി കൊടുക്കണം. എന്നിട്ട് അതിന് മേലെക്കൂടെ ഒറ്റിച്ച് കൊടുക്കണം. ലാസ്റ്റ് നമ്മളൊരു പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചലുണ്ട്. മോനെ അതുണ്ടല്ലോ, അതങ്ങോട്ട് കുടിച്ചാൽ കുടിച്ചാണല്ലോ, മീൻ കഴിച്ചാൽ സൂപ്പറാവും. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാക്കണം നമ്മൾ അയ്യല്ല വറ്റിച്ചതല്ല ആവിക്ക് വേവിച്ചതുണ്ട്. നോക്കട്ടെ എന്താകുമെന്ന് വെച്ചറിയില്ല കേട്ടോ, പക്ഷെ കണ്ടിട്ടുണ്ടല്ലോ. ഉമ്മ അറിയണം എന്നോട്. എന്തായിരുന്നു അമ്മ? രസം പറഞ്ഞ് ഒക്കെ തിന്നട്ടെ, ഞങ്ങൾക്കും വേണം കുറച്ച്. എന്റെ രസം പച്ചിലിട്ടിട്ടാണ് അമ്മ. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിന് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നാശമാവും, മീനും നാശമാവും, ഒന്നും ആവൂല. ഇതിനു മുമ്പ് ഉണ്ടാക്കിയ മാതിരി. അത് ശരി, ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ചല്ലേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുക. നമുക്ക് അതിനെ കുറിച്ച് വല്ല ഹായ് വാ. നമ്മൾ ആവി പറക്കുന്ന നമ്മളെ മീനാണ് ഇട്ടത്. നേരത്തെ വെച്ചില്ലേ, മീനാണ്. എന്തായിക്കണെന്ന് നോക്കുക. കണ്ടിട്ട് തന്നെ ഇടങ്ങാറാവുണ്ട്. അതൊന്നുമില്ലത്. എന്ത് കണ്ടിട്ട് ഇടങ്ങാറാവേ? നല്ല ടേസ്റ്റില്ല ആവി പറക്കണ മീനോ. നോക്കട്ടെ കേട്ടോ, ടേസ്റ്റ് നോക്കട്ടെ. വിട്ട് നിൽക്കണം, വെന്തിക്കണം നല്ലോണം. ഋതു സ്പെഷ്യൽ. ഋതുവിൻ്റെ വായന കപ്പലോടും. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിച്ചേക്കോ. നമ്മൾ എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിക്കാൻ പോവാം. എന്ത് ജയിലിൽ കഴിച്ചിട്ട് മാത്രല്ലേ. നമുക്ക് പൊരിച്ച് കണി തിന്നാനി. എന്തോ ആവി ആവി എല്ലാവരും ഇതാ കൈയിട്ട് അവനാന്നുള്ളണ അവനെടുക്കുക. ചൂടാണെന്ന്. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വിഭവം. കണ്ടോ, സൂപ്പർ. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയ സംഭവം, കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉമ്മാക്കാണ് ഭയങ്കര താല്പര്യം. അപ്പം ഉമ്മാനെ കൊണ്ട് ടേസ്റ്റ് വെപ്പിച്ചേട്ടോ. ആ ടിഷ് മുഖത്തിന്റെ ഭാവം കുരുമുളകാണെങ്കിൽ രസം ഉണ്ടാവും. അതിനെ ആദ്യം ഞാൻ മസാല പുരട്ടിയായിരുന്നു പൊരിക്കാൻ. അപ്പൊ അതിൻ്റെതാണ്. അപ്പോൾ അതാണ് പാളിയതല്ലേ അമ്മ? പച്ചക്കുരുമുളക് അരക്കണം. പച്ചക്കുരുമുളക് നിങ്ങൾ ഇവിടെ കുച്ചിട്ട് പച്ചക്കുരുമുളക് അരക്കണമല്ലോ. കട്ടൊന്നും മതി. അമ്മേ എവിടുന്ന് കുരുമുളക് ഉള്ളോട്ടുന്ന നിങ്ങൾ കണ്ടിക്കണോ? എന്നാ ജോയിയേട്ടൻ്റെ അവിടെ നാളെ പോകുമ്പോ നീർച്ചേച്ചി ജോയിയേട്ടന് നാളെ അതിമൊന്ന് കൊയ്ഞ്ഞടിക്കണമെങ്കിൽ ആ മുറ്റത്ത്. അത് താത്ത അവിടെ പറഞ്ഞിട്ട് ഓര് കൊണ്ടുപോയി. ഇവിടെ ഭയങ്കര സപ്പോർട്ട് എല്ലാത്തിനും. അതന്നെയാണ് ആഴ്ച അറിയുന്ന ആര് എൻ്റെ കുരുമുളകൊക്കെ ആരോ പറഞ്ഞോടിച്ചാണ്. മതി മതി. രസല്ലേ? ആണ്ടോ നല്ല രസമുണ്ട്. വെറൈറ്റി. അപ്പോൾ മക്കൾ മദ്രസ വിട്ട് വന്നു. അപ്പോൾ ഒരിക്കലേ ഫുഡ് കൊടുക്കുകയാണ്. ഞാൻ രാവിലെ കടി കൊടുത്താൽ പിന്നെ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ചോറ് കഴിച്ച് പോണതാണ് ഇഷ്ടം. അപ്പം അതിന് നമ്മൾ ഇതൊക്കെ ആക്കിയിട്ട് കൊടുക്കും. ഒരു മുട്ട പൊരിച്ചത്, മീൻ, പിന്നെ നല്ല പടവലങ്ങയും കുമ്പളങ്ങ ഉണ്ടായിരുന്നു, കുറച്ചൊരു ചെറിയ കഷ്ണം. അപ്പോൾ അത് വേസ്റ്റ് ആക്കാന്ന് വെച്ചാൽ രണ്ടും കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കി. ഇതാണ് ഇന്നത്തെ ഫുഡ് റിയക്ക്. എല്ലാവർക്കും കേട്ടോ.